അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മുടെ ചർച്ച. അഥവാ ഏറെ പരിഹസിക്കപ്പെടുന്നൊരു വിഷയമാണ് മഹാന്മാരായ ആളുകളുടെ ബറക്കത്ത് എടുക്കുക എന്നുള്ളത്. മുൻകഴിഞ്ഞു പോയ സലഫു സാലിഹ്യങ്ങൾ, സജ്ജനങ്ങളായ ആളുകളുടെ ആസാറുകളിൽ നിന്ന് ബറക്കത്തെടുത്ത ഒരു പാരമ്പര്യമാണ് കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യവും, നബിതങ്ങളുടെ ഉമിനീര്, നബിതങ്ങളുടെ വിയർപ്പ്, നബിതങ്ങളുടെ നഖം, മുടി, നബിതങ്ങൾ ധരിച്ച ഡ്രസ്സുകൾ, അതുപോലെ നബിതങ്ങൾ തൊട്ട സ്ഥലം, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി അനവധി ബറക്കത്തുകൾ സ്വഹാബത്തെ കിറാം ചെയ്തിട്ടുണ്ട്. വളരെ സ്വഹീഹായ ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സിഹാഹു സിത്തയുടെ നിരവധി ഹദീസുകളിൽ ഈ വിഷയത്തിൽ നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. പക്ഷേ എങ്കിലും അതൊക്കെ ഹദീസുകളൊക്കെ സ്വഹീഹല്ല, ദുർബലമാണ് എന്ന പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഹദീസുകൾ തള്ളിക്കളയുന്ന, ബർക്കത്തിനെ ബർക്കത്തെടുക്കലിനെ അതൊരു മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുന്ന ഒരു വിഷമകരമായ സാഹചര്യം ഇന്ന് ലോകത്തുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്താ പറഞ്ഞത്? മഹാന്മാരായ ആളുകളുടെ ബർക്കത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണതൊക്കെ. ആ ബർക്കത്തുകൾ എടുക്കുന്നതിൽ നിങ്ങൾ മത്സരിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഈ സന്ദേശം ഒരിക്കലും നമുക്കത് മറക്കാൻ കഴിയില്ലല്ലോ. വിശുദ്ധ ഖുർആനാണിത് ഈ വിഷയം പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെ നമുക്കതിനെ നിഷേധിക്കാൻ കഴിയും? മത്സരിക്കുക അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന വിഷയത്തിൽ, അതുപോലെ പാരത്രിക ലോകത്തേക്ക് നന്മകൾ സമ്പാദിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ മത്സരിക്കണം എന്ന് അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞ ഒരിക്കലും നമുക്ക് അത് തട്ടിക്കളയാൻ സാധ്യമല്ലല്ലോ. ഇത് സംബന്ധമായിട്ട് ഹദീസുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞുവല്ലോ. സിഹാഹു സിത്തയിലുണ്ട്, സ്വഹീഹൈനിലുണ്ട്, മറ്റു ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ മുഅത്ത തുടങ്ങിയ മഹാന്മാരായ ഇമാമുകളുടെ കിതാബുകളിലുണ്ട്, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. മഹാനായ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
ഒരു പാനീയം കൊണ്ടുവന്നു, ആരോ കൊടുത്തു. ഉത്തിയബി ഷറാബിൻ, പാനീയം കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹിയും സ്വഹാബത്തും ഇരിക്കുന്ന വേദിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു പാനീയം കൊണ്ടുവന്ന് കൊടുത്തു. നബി തങ്ങൾ ഫശരീബ മിൻഹു, അതിൽ നിന്ന് നബി തങ്ങൾ കുടിച്ചു. നബി തങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നബി തങ്ങളുടെ മുമ്പിൽ ലഭിക്കപ്പെടുന്ന ഹദിയ, നബി തങ്ങൾക്കുള്ള ഒരു സ്വഭാവം അനുസരിച്ച് നബി തങ്ങൾ അല്പം കുടിച്ച് സദസ്യർക്ക് കൊടുക്കലാണ് നബി തങ്ങളുടെ പതിവ്. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കൊടുക്കൽ എവിടെ നിന്നാണ് സുന്നത്ത്? വലതുഭാഗത്തു നിന്നാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്ത് കുട്ടികളാണ്. വഅൻ യമീനിഹി ഗുലാമുൻ, വലതുഭാഗത്തൊരു കുട്ടിയാണ്. വഅൻ യസാരിഹിൽ അഷിയാഹു, ഇടതുഭാഗത്താവട്ടെ വലിയ സ്വഹാബിമാരാണ്, പ്രായമേറിയ സ്വഹാബിമാരാണ്. സ്വാഭാവികമായും ആ പ്രായമെത്തിയ ആളുകൾക്കുള്ള ഒരു പരിഗണന അതും പ്രധാനമാണല്ലോ. എന്നാൽ വലതുഭാഗത്തിനും പ്രധാനമാണ്. വലതുഭാഗത്തിൻ്റെ പ്രാധാന്യം നോക്കിയാൽ ഇവിടെ പ്രായമെത്തിയ സ്വഹാബിമാരെ പരിഗണിക്കാൻ സാധിക്കാതെ വരും. ഇങ്ങനൊരു സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഈ കുട്ടി വലതുഭാഗത്തിരിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, അതഅ്ദനുലി അൻ ഉഅ്തിയ ഹഉല, ഈ ഒരു പാനീയം ആദ്യം നിനക്ക് തരുന്നതിന് പകരം ആ പ്രായമെത്തിയ ഇടതുഭാഗത്തുള്ള സ്വഹാബിമാർക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ്, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ലാ, പറ്റൂല നബിയെ, അള്ളാഹുവിൻ്റെ റസൂലിനെ, അള്ളാഹിനെ തന്നെയാണ് സത്യം, അള്ളാഹിൻ്റെ റസൂലെ, ലാ ഊസിറു ബിനസീബി മിൻക അഹദ, അങ്ങിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ബർക്കത്ത് അത് ഞാൻ ആദ്യം എനിക്ക് കിട്ടുന്നതിന് പകരം മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, സമ്മതിക്കുന്നില്ല. ആദ്യം എനിക്ക് കിട്ടാനാണല്ലോ അർഹത. അപ്പോൾ അതെനിക്ക് തന്നെ കിട്ടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഫതല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യദിഹി, അങ്ങനെ ആ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയും ചെയ്തു. ഈ കുട്ടി ഏതാണ്? ഹദീസ് വിശദീകരിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, വഹാദൽ ഗുലാമു ഹുവ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഈ കുട്ടി മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ്. ഈ കുട്ടി പിന്നീട് ലോകത്ത് വലിയ മഹാപണ്ഡിതനായി മാറി. സ്വഹാബിമാരിൽ വെച്ചിട്ട് ഏറ്റവും ഖുർആനിൻ്റെ വ്യാഖ്യാനം അറിയുന്ന മുഫസ്സിറുകളുടെ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായി മാറി എന്ന് ഹദീസ് വിശദീകരിച്ച മഹാന്മാർ പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ എത്രത്തോളം നമുക്ക് ആ ഒരു കുട്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്ന ആ ഉലാം കുട്ടി ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹം, ഒരു ബർക്കത്ത്, അത് കിട്ടുന്നതിന് അവരുടെ അവകാശം അവർ നേടിയെടുത്തു എന്നുള്ളതാണ്. ഭൗതികമായൊരു താല്പര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ മത്സരിച്ചത്, ബർക്കത്ത് കിട്ടുന്നതിന് മത്സരിച്ചു. അപ്പോൾ ഖുർആൻ പറഞ്ഞല്ലോ ബർക്കത്ത് കിട്ടുന്നതിന് നിങ്ങൾ മത്സരിക്കണമെന്ന്. വേറൊരു ഹദീസ് കൂടെ പറയുകയാണ്, ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയിൽ കാണുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ടർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ചരിത്രം. അയ്യൂബ് നബി അലൈഹിസ്സലാം നഗ്നനായി കുളിക്കുന്ന സമയത്ത് ഫഖറ അലൈഹി ജറാദും മിൻ ദഹബിൻ, സ്വർണത്തിനാലുള്ള ഒരു വെട്ടുകിളി ഇങ്ങനെ വീഴാൻ തുടങ്ങി. സ്വർണ്ണക്കിളി ആകാശത്ത് നിന്ന് ഇങ്ങനെ വീഴാൻ തുടങ്ങി. അത്ഭുതമാണ്, ഒരു ബർക്കത്താണ്. ഇവിടെ നഗ്നനായി കുളിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം നമ്മളവിടെ മനസ്സിലാക്കണം. ഒന്ന്, ആരുമില്ലാത്തൊരു സമയത്താവാം, അല്ലെങ്കിൽ അവരുടെ ശരീഅത്ത് നമ്മുടെ ശരീഅത്തുമായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് യോജിപ്പിക്കാൻ കഴിയില്ല. കാരണം ആ ശരീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് വന്നപ്പോൾ ദുർബലപ്പെട്ടു എന്നുള്ളതാണല്ലോ മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ
വേണം അതിനെ കാണാം. അങ്ങനെ ഫജഅല അയ്യൂബു യഹ്സീഫി സൗബി, അയ്യൂബ് നബി അലൈഹി സ്വലാം ഇങ്ങനെ തൻ്റെ വസ്ത്രത്തിൽ ഇങ്ങനെ വാരിക്കൂട്ടാൻ തുടങ്ങി, പൊറുക്കിയെടുക്കാൻ തുടങ്ങി. ഫനാദാഹു റബ്ബു അസ്സ വജൽ, അപ്പോഴാണ് അള്ളാഹിൻ്റെ വിളി വന്നത്. യാ അയ്യൂബ്, അയ്യൂബേ, അലം അകുൻ അഗ്നൈതുക അമ്മാ തറാ, അയ്യൂബ് നബിയെ ഇങ്ങക്ക് ഇത് കിട്ടിയിട്ടുവാണോ? നിങ്ങൾക്ക് ഈ സ്വർണ്ണ വെട്ടുക്കിളി പെറുക്കിയിട്ടുവാണോ? നിങ്ങൾക്ക് അതിനേക്കാൾ വിശാലമായ സാമ്പത്തികമായ സൗകര്യങ്ങൾ നാം തന്നിട്ടില്ലേ? എന്തിനാണ് നിങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു അത്യാഗ്രഹം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ബല വഇസ്സതിക വലാകില്ലാ ഗിനൻ ബി അൻ ബറകതിക, അല്ലാഹുവേ, എനിക്കത്ര സമ്പത്ത് കിട്ടിയാലും എനിക്ക് നീ തന്ന സമ്പത്ത് ധാരാളമുണ്ട്. നിൻ്റെ ഇസ്സത്ത് തന്നെ സത്യം, നീ തന്നെയാ സത്യം. ധാരാളം സമ്പത്ത് എനിക്ക് നീ തന്നിട്ടുണ്ട്. പക്ഷേ നീ തന്ന സമ്പത്ത് കൊണ്ടൊന്നും എനിക്ക് നിൻ്റെ ബർക്കത്തിനെ തൊട്ട് മതി വരാൻ എനിക്ക് ആകുന്നില്ല. എന്നാലും എൻ്റെ ബർക്കത്ത് എനിക്ക് കിട്ടണം. സാമ്പത്തിക സൗകര്യങ്ങൾ എനിക്ക് എമ്പാടുമുണ്ട്. പക്ഷേ എനിക്കെന്നാലും നിൻ്റെ ബർക്കത്ത് കിട്ടണം എന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, അള്ളാഹു നമുക്ക് നൽകുന്ന ഐശ്വര്യങ്ങൾ, ബർക്കത്തുകൾ, അതുപോലെ മഹാന്മാർ മുഖേന ലഭിക്കുന്നത്, അതൊക്കെ എത്രത്തോളം ലഭ്യമാക്കാൻ കഴിയുമോ അത് നമ്മൾ നേടിയെടുക്കണം. മഹാന്മാരായ ആളുകളുടെ ഉറൂസുകൾ, മഹാന്മാരായ ആളുകളുടെ അവരുടെ സ്മരണകൾ, അവരിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ബർക്കത്ത്, ഇതൊക്കെ നമുക്ക് ധാരാളം നേടിയെടുക്കണം എന്ന് തന്നെയാണല്ലോ ദീനിൻ്റെ പ്രചോദനം. അതുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ വിശ്വാസത്തിനെ അരക്കിട്ടുറപ്പിക്കുന്നതാണ്. ബർക്കത്തെടുക്കൽ ഒരു തെറ്റല്ല, അത് ദീനിൻ്റെ വഴിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള വിജ്ഞാനങ്ങളൊക്കെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണമെന്ന് വളരെ ബഹുമാനത്തോടെ വിനയത്തോടെ അറിയിക്കുന്നു. ഇത് ഷെയർ ചെയ്യണം, ഇതിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം, നിങ്ങളുടെ ദുആ ഉണ്ടാവണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.